കനത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ വീണ്ടും കേന്ദ്ര സഹായം തേടി കേരളം. 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് കേന്ദ്രത്തോട് കേരളം ആവശ്യപ്പെട്ടു. കടമെടുപ്പ് പരിധി 3.5% ഉയർത്തണമെന്നും ബജറ്റിന് മുന്നോടിയായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കും വയനാട് പുനരധിവാസത്തിനും ഇത്തവണ പ്രത്യേക പരിഗണന ഉണ്ടാകുമെന്നാണ് കേരളം പ്രതീക്ഷിക്കുന്നത്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ഒപ്പം ചേരുന്നു. ടിൻഡു, ഒരു വശത്ത് ആവശ്യമില്ലാത്ത കാര്യത്തിനൊക്കെ കനത്ത ധൂർത്താണ്, മറുവശത്ത് ഞങ്ങൾക്ക് പണമില്ലേ ഇവിടെ ഒന്നും കിട്ടിയില്ല എന്നിങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്താണ് ഇപ്പോഴത്തെ ആവശ്യം? 24,000 കോടി രൂപയുടെ പാക്കേജ് എന്നൊക്കെ പറഞ്ഞാൽ ഉടൻ കേന്ദ്രം നൽകേണ്ട സാഹചര്യമുണ്ടോ? കൃഷ്ണരാജ്, 16ാം ധനകാര്യ കമ്മീഷൻ കേരളത്തിലെത്തുന്ന സമയത്തും ഏതാണ്ട് ഈ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് അധിക പാക്കേജുകൾ അനുവദിക്കണമെന്ന് അല്ലെങ്കിൽ അധിക തുക അനുവദിക്കണമെന്ന ആവശ്യമായിരുന്നു കേരളം കേരളം പ്രതിപക്ഷവുമായി ചേർന്ന് ആലോചിച്ചുകൊണ്ട് മുന്നോട്ടെടുത്ത തീരുമാനം. ഇപ്പോൾ കേന്ദ്ര ബജറ്റ് വരുന്ന സമയത്ത് ഏതാണ്ട് 24,000 കോടി രൂപയുടെ സമഗ്ര വികസന പാക്കേജാണ് കേരളം ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കടപരിധി 3.5% ഉയർത്തണമെന്നും കടമെടുക്കാനുള്ള പരിധി 3.5% ഉയർത്തണമെന്നും എനർജി മാനേജ്മെന്റിലൂടെ ലഭിക്കുന്ന തുക 1.5 തന്നെ തുടരണമെന്നുമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര VGF തിരിച്ചടവില്ലാത്ത VGFിലൂടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായിട്ട് ഏതാണ്ട് 5,000 കോടി രൂപയുടെ സമഗ്ര പാക്കേജും ആവശ്യപ്പെടുന്നുണ്ട്. പിന്നുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വയനാട്, ചൂരൽമല, മുണ്ടക്കൈ തുടങ്ങിയ മേഖലകളിലെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സമഗ്രമായിട്ടൊരു വികസന പാക്കേജും ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ വയനാട് ദുരന്തത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് അധികമായിട്ടുള്ളൊരു വികസനം അല്ലെങ്കിൽ അധികമായിട്ടൊരു തുക ആവശ്യപ്പെടാൻ തന്നെയാണ് കേരളത്തിന്റെ തീരുമാനം. കടപരിധിയുമായി ബന്ധപ്പെട്ട് കേന്ദ്രവും കേരളവും തമ്മിലുള്ള കേസൊക്കെ സുപ്രീം കോടതിയിൽ നടക്കുന്നതിനിടയിലാണ് ബജറ്റ് പ്രഖ്യാപനം വരുന്നത്. ഈ ബജറ്റിൽ കേന്ദ്രം കേരളത്തെ കൂടുതലായി സഹായിക്കണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കേരള ധനവകുപ്പ് മന്ത്രി അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നും പലതവണ മുഖ്യമന്ത്രി കേന്ദ്രത്തിനോട് കത്തും എഴുതിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ പല മേഖലകളിലെ ബ്രാൻഡിംഗ് ഉൾപ്പെടെയുള്ള വിഷയവുമായി ബന്ധപ്പെട്ട കേന്ദ്രവും കേരളവും തമ്മിലുള്ള വലിയ തർക്കങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും അതോടൊപ്പം തന്നെ കേന്ദ്രം പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ട് കേരളം സ്വന്തം രീതിയിലൊക്കെ മുന്നോട്ട് പോകുമ്പോഴും കേരളം ആവശ്യപ്പെടുന്നത് ഇത്തരത്തിലുള്ള അധികമായിട്ടുള്ളൊരു തുക കേരളത്തിന് ലഭിക്കണമെന്നൊരു ആവശ്യം തന്നെയാണ്. 24,000 കോടിയുടെ വികസന പാക്കേജ് എന്ന് പറയുമ്പോൾ കേരളത്തിന് അനുവദിച്ചിട്ടുള്ള പല ഫണ്ടുകളിൽ നിന്നുമൊക്കെ അല്ലെങ്കിൽ അനുവദിച്ചിട്ടുള്ള തുകയിൽ നിന്നൊക്കെ പുറത്താണ് 24,000 കോടി രൂപയുടെ സമഗ്രമായിട്ടുള്ള പാക്കേജ് ആവശ്യപ്പെട്ടിട്ടുള്ളത് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഈ ഫെബ്രുവരി 1-ാം തീയതി വരുന്ന കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് പ്രധാനമായിട്ടും ഈ ദുരന്തം, അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണം, വിഴിഞ്ഞം, അതോടൊപ്പം തന്നെ 24,000 കോടിയുടെ സമഗ്ര പാക്കേജ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ റെയിൽവേ തുടങ്ങിയ മേഖലകളുടെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള തുകയൊന്നും ഇതുവരെ ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആവശ്യങ്ങളൊന്നും മുന്നോട്ട് വെച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. ഈ 24,000 കോടി രൂപയുടെ പാക്കേജിന് പുറമെ വേറെയും മറ്റ് തദ്ദേശ ഫണ്ടുകൾ അതോടൊപ്പം തന്നെ മറ്റ് ഫണ്ടുകളൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ബജറ്റിന് മുന്നോടിയായിട്ട് തന്നെ കേരളം വലിയ രീതിയിൽ കേന്ദ്രത്തിനോട് ധനസഹായം ആവശ്യപ്പെടുന്നുണ്ട്. നമുക്കറിയാം, കേരളം കഴിഞ്ഞ 2 തവണയായിട്ട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വലിയ രീതിയിലുള്ള കൊടിയ ധനപ്രതിസന്ധിയിലൂടെയാണ്. അത് പല ഘട്ടങ്ങളിലും നമുക്ക് ഈ കടത്തിന് പുറമെ കടമെടുക്കേണ്ട ആവശ്യമൊക്കെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ അതോടൊപ്പം തന്നെ കിഫ്ബി, പെൻഷൻ കമ്പനി പോലുള്ളവ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് കേന്ദ്രം കടപരിധിക്കുള്ളിലാക്കിയത്. അത് ഒരു പ്രധാന കാര്യമായി എടുത്ത് കാണിച്ചുകൊണ്ട് തന്നെ ഇത്തവണ കിഫ്ബിയും അതോടൊപ്പം തന്നെ ഈ പെൻഷൻ കമ്പനിയൊന്നും കാണാതെ ലോകബാങ്കിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ലോകബാങ്ക് കഴിഞ്ഞ ബജറ്റ് എടുത്ത് മറുവശത്ത് ധനസഹായം തേടി കേരളം കേന്ദ്രത്തോട് വലിയൊരു പാക്കേജ് ആവശ്യപ്പെടുന്നു. ബജറ്റിന് മുന്നോടിയായി എങ്ങനെയെങ്കിലും തലയുയർത്തി നിൽക്കാനുള്ള ഒരു ശ്രമമാണ് അവിടെ കേരളം നടത്തുന്നത്. 24,000 കോടിയുടെ പാക്കേജാണ് ആവശ്യപ്പെടുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡു ദാസ്.